സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരാളെ പോലെ 7 പേരുണ്ടാവും എന്നാണ് പറയുന്നത്. സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും പലരുടെയും അപരന്മാരെ അങ്ങനെ എളുപ്പം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും എന്തിന് സിനിമയ്ക്കകത്ത് പൃഥ്വിരാജിന് വരെ അപരന്മാരെ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ പിന്നെ നസ്രിയ നസീമിന് ഒരു അപരത്തിയെ കണ്ടെത്തിയാൽ എന്താണ് അത്ഭുതം? നരേന്ദ്രമോദിയുടെ അപരൻ ഇന്ത്യ ഭരിക്കുന്നില്ല, ഉമ്മൻചാണ്ടിയുടെ അപരൻ കേരളവും ഭരിക്കുന്നില്ല. പൃഥ്വിയുടെ മുഖച്ഛായയുള്ളയാൾ സിനിമയിൽ അഭിനയിക്കുന്നുമില്ല. എന്നാൽ നസ്രിയയുടെ മുഖച്ഛായയുള്ള ഈ അപരത്തി ഇപ്പോൾ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. വർഷ ബൊല്ലമ്മ എന്നാണ് നസ്രിയുടെ അപരത്തിയുടെ പേര്. ചെരിഞ്ഞും മറിഞ്ഞും നോക്കിയാൽ നേരെ നിന്ന് നോക്കിയാലും നസ്രിയ നസീം അല്ല എന്ന് ആരും ഒറ്റ നോട്ടത്തിൽ പറയില്ല. അത്രയ്ക്ക് സാദൃശ്യമുണ്ട് വർഷയ്ക്കും നസ്രിയയ്ക്കും. നസ്രിയ അഭിനയിച്ച രാജാറാണി എന്ന ചിത്രത്തിലെ ഡയലോഗുകൾക്ക് ഡബ് മാഷ് ചെയ്തതിലൂടെയാണ് വർഷ ഹിറ്റായത്. ആ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വന്നതോടെ വർഷയെ തേടി സിനിമയിൽ അവസരങ്ങളും വന്നു. ശശികുമാറാണ് വർഷയെ സിനിമയിൽ എത്തിച്ചത്. ആദ്യ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപേ വർഷയ്ക്ക് 4 സിനിമകൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. തമിഴ് സിനിമയിലൂടെ വരുന്നത്. 2 വർഷം മുമ്പ് എന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അന്നും നസ്രിയയ്ക്ക് ഡിമാൻഡുള്ള സമയമായിരുന്നു. എനിക്കും ലൈക്കുകളും കമന്റുകളും ഒരുപാട് വന്നു. പലരും എന്നെ ഡ്യൂപ്ലിക്കേറ്റ് നസ്രിയ എന്ന് വിളിച്ചു എന്ന് വർഷ പറയുന്നു. ആദ്യമൊക്കെ പലരും നസ്രിയ എന്ന് വിളിക്കുമ്പോൾ പേടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനത് ഉപയോഗിക്കുകയാണ് എന്ന് വർഷ പറയുന്നു. സിനിമയിൽ നസ്രിയയ്ക്ക് പകരക്കാരിയാവും എന്നാണ് വർഷ പറയുന്നത്. നസ്രിയ തമിഴിൽ ഹിറ്റാക്കിയ സംവിധായകൻ അറ്റ്ലി കുമാറിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നാണ് വർഷയുടെ ആഗ്രഹം. അജിത്, സൂര്യ, ആര്യ എന്നിവരാണ് വർഷയുടെ ഇഷ്ടതാരങ്ങൾ. ബാംഗ്ലൂരുകാരി വർഷ ബൊമ്മല്ല. എന്നാൽ കുറച്ചു വർഷങ്ങളായി ചെന്നൈയിലാണ്. തമിഴ് സിനിമയോടാണ് തനിക്ക് പ്രിയമെന്ന് വർഷ പറയുന്നു. തമിഴ് സിനിമയിലൂടെയാണ് വർഷ ഇപ്പോൾ സിനിമാ ലോകത്ത് എത്തിയിരിക്കുന്നതും. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.